ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്ത് കാണിക്കാൻ പോകുന്നത് ബാത്ത് പൗഡർ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ബാത്ത് പൗഡർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കുളിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് കണ്ടാൽ നമ്മൾ തന്നെ നെട്ടിപ്പോകും കേട്ടോ. അത്രയും നല്ലൊരു അടിപൊളിയായിട്ടുള്ള ബാത്ത് പൗഡറാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കിട്ടാവുന്ന കാര്യങ്ങളും കൊണ്ട് മാത്രമാണ് ഈ ഒരു പൗഡർ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കി എടുത്തു എന്നുള്ളത്. അതിനായിട്ട് നല്ല ക്ലീൻ ആയിട്ടൊരു ബൗൾ വേണം. ഒട്ടും തന്നെ വെള്ളമൊന്നും പാടില്ല. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് ഒരു 50 ഗ്രാം, ഏകദേശം 50 ഗ്രാം വരുന്നുണ്ട്. നമ്മൾ ഏത് ബൗളിലാണ് അല്ലെങ്കിൽ ഏത് ഗ്ലാസ്സിലാണോ എടുക്കുന്നത് ആ ഒരു അളവിൽ തന്നെ വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കുഞ്ഞ് ഗ്ലാസ്സിലാണ് നമ്മുടെ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ചേർക്കുന്നത് ചെറുപയറാണ്. ചെറുപയറിന് ശേഷം ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഉഴുന്നാണ്. ഉഴുന്ന് തോലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഇപ്പോൾ തോലില്ലാത്തതുകൊണ്ട് ഞാനത് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് പച്ചരിയാണ്. അപ്പോൾ ഇത്രയും തന്നെയാണ് നമുക്ക് ഈ ഒരു ഇതുണ്ടാക്കാനായിട്ട്, ബാത്ത് പൗഡർ ഉണ്ടാക്കാനായിട്ട് വേണ്ട മെയിൻ കാര്യങ്ങൾ. ഇനി ഒരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിത് അവസാനം ചേർക്കാം. ഇത് പൊടിച്ചതിന് ശേഷം നമുക്ക് ചേർക്കാം. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ കൊണ്ട് നമുക്ക് ഈ ഒരു 4 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ ചെറുപയർ, കടലപ്പരിപ്പ്, പച്ചരി, പിന്നെ എന്താ ചേർത്ത് ഉഴുന്ന്. ഓക്കെ, അപ്പോൾ ഈ ഒരു 4 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബാത്ത് പൗഡർ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മിക്സി ബൗളിനകത്തിട്ട് നല്ലവണ്ണം അങ്ങ് പൊടിച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. മിക്സി ബൗളിനകത്ത് ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല, അതുകൂടി അങ്ങ് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് അങ്ങ് പൊടിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നോർമലായിട്ടുള്ള മഞ്ഞളാവാം, അല്ലാതെ നമുക്ക് കസ്തൂരി മഞ്ഞളും ചേർത്ത് കൊടുക്കാം കേട്ടോ. കസ്തൂരി മഞ്ഞളാവുമ്പോൾ നമുക്ക് ബോയ്സിനും ഇത് ഉപയോഗിക്കാം. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂണോളം നമുക്കിതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം കൂടി അങ്ങ് നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബാത്ത് പൗഡർ റെഡി. അപ്പോൾ ഇനി നമുക്കിതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ള കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ഈ ഒരു ബാത്ത് പൗഡർ ചേർക്കുന്നുണ്ട്. കൂടെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാൽ കൂടി ചേർക്കുന്നുണ്ട്. പാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് പാൽ അല്ലെങ്കിൽ തൈര്, റോസ് വാട്ടർ ഒക്കെ ചേർക്കുക. ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിലും ബോഡിയിലൊക്കെ നന്നായിട്ട് അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് അങ്ങ് മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇത് ഉണങ്ങാനായിട്ട് സമയം കൊടുക്കാം. അത് ഉണങ്ങി ഒരു 25-30 മിനിറ്റ് മാത്രം വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് മൂലം കറുത്ത പാടുകൾ, മുഖക്കുരു വന്ന പാട്, തഴമ്പ്, ചുളിവ് എന്നിവയെല്ലാം മാറ്റി നല്ല ക്ലിയർ ആക്കി തരും ഈ ഒരു ബാത്ത് പൗഡർ. അപ്പോൾ നമ്മളിത് ഒരു തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ടായിരിക്കും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പം തന്നെ നിർത്താൻ പാടില്ല. നമ്മളൊരു 3 മാസമെങ്കിലും നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം. ആഴ്ചയിൽ ഒരു 3 തവണ വീതമെങ്കിലും നമ്മളിത് ചെയ്താൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാത്ത് പൗഡർ ഉപയോഗിക്കുന്ന സമയത്ത് ഒട്ടും തന്നെ സോപ്പ് ഉപയോഗിക്കരുത് കേട്ടോ. ഇത് വെച്ച് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ദിവസം നമ്മൾ സോപ്പ് ദേഹത്ത് തൊടാനേ പാടില്ല. ദേഹത്തായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലായിക്കോട്ടെ ഒട്ടും തന്നെ തൊടാൻ പാടില്ല. ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കുളിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ ഒരു പൗഡർ ഉപയോഗിച്ച് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ നമുക്ക് സോപ്പ് ഉപയോഗിക്കാം. അങ്ങനെ ഓക്കെ. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.